ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ നാട്ടിലാണ് കേട്ടോ. കോളേജിലെ ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 10 ദിവസത്തേക്ക് ലീവ് തന്നിട്ടുണ്ട്. അങ്ങനെ നാട്ടിലെത്തിയതാണ്. അങ്ങനെ വീട്ടുകാർക്ക് സർപ്രൈസ് കൊടുക്കാൻ വന്ന് എനിക്ക് എൻ്റെ വീട്ടുകാരെന്നെ ഒന്നാന്തരം ഒരു സർപ്രൈസ് തന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ വഴിയേ പറയാം. ഇപ്പം ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ പുറത്ത് സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നേക്കാണ്. അപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇന്ന് എൻ്റെ അമ്മയും അനിയനും നാട്ടിലേക്ക് പോകേണ്ട ദിവസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പർച്ചേസിങ് ഒക്കെ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് കൊണ്ട് എന്നെയും കൂട്ടി ഇറങ്ങിയെന്നേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ ആദ്യം പറഞ്ഞു എനിക്കൊരു സാരി വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അതിന് ശേഷം ഇത്തിരി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കാണുന്ന കടയിലോട്ട് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കടയിൽ കയറി ഇരുന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ സാധനം എത്തി. അപ്പോൾ ഞങ്ങൾ ഒരു ഷേക്കാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ സാധനം എത്തി, നമ്മൾ കുടിച്ച് പിന്നെ നമ്മളിതൊക്കെ ചെയ്തു എന്ന് നാട്ടുകാരൊന്നും അറിയണ്ടേ. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ കുടിച്ചു തുടങ്ങിയത്. അപ്പോൾ ഞാനും ആൻറ്റി ഇത് കുടിച്ചുകൊണ്ടിരുന്ന സമയത്തിന് അമ്മ വന്നിട്ട് അമ്മ അടുത്തുള്ള കടയിൽ പോയി സാധനം വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അമ്മയും വന്ന് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചിറങ്ങിയത്. അത് കഴിഞ്ഞ് നമ്മളാണ്ട് ഓട്ടോയിൽ കയറി ഇനി അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അപ്പുറത്തിരുന്ന് രണ്ടാളും കൂടെ എവിടേക്കോ പോയി എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കുന്നവരൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞു ഇനി ഞാനില്ല, ഞാൻ മടുത്തു, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പോയി വാങ്ങിച്ചോ, ഞാൻ ഇവിടത്ത് തന്നെ ഇരുന്നോളാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇരുന്നുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അത് ഈ അടുത്ത സ്ഥലത്ത് എത്തി. അവർ രണ്ടുപേരും പോയിട്ടുണ്ട്. അവർ പോയ സമയത്ത് ഞാൻ വണ്ടിയിലിരുന്ന് അവരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കി ഇരിക്കുകയായിരുന്നു. പിന്നെ അങ്കിളും ഉണ്ടായിരുന്നു കൂടെ, ഡ്രൈവർ അങ്കിള്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്ത് പോയി നിൽക്കണം. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥലം കേട്ടോ. പിന്നെ അവിടെ പോയി എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ ഏകദേശം പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ, ഇതുവരെ വന്നില്ല അവർ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോകും. അപ്പോൾ അതിന് മുന്നേ ആൻറ്റിയെ കൊണ്ട് ആൻറ്റിയുടെ വീട്ടിലും കൂടെ ഒന്ന് വിട്ടിട്ടാണ് പോവുക. അങ്ങനെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടിരുന്നപ്പോഴാണ് അമ്മ KTM കയറണമെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാനും ആൻറ്റിയും കൂടെ വണ്ടിയിലിരുന്ന് ആൻറ്റിയുടെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടു തിരിച്ച് വന്നാണ് അമ്മയെ പിക്ക് ചെയ്തിട്ട് പോയത്. പിന്നെ ഞാനൊരു സർപ്രൈസിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ, അതിപ്പോൾ അറിയാം കേട്ടോ, ഒരു 2 മിനിറ്റ്. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ എന്താ സർപ്രൈസ് എന്ന്. ഞാനും ഞെട്ടിയായിരുന്നു ഗൈസ് ആദ്യം കേട്ടപ്പോൾ. എന്തായാലും ഞാനും എൻ്റെ അമ്മയുടെ അനിയൻ്റെയും കൂടെ ഗൾഫിലോട്ട് വിട്ടുപിടിക്കുകയാണ് കേട്ടോ. 10 ദിവസം ഇനി അവിടെ ആയിരിക്കും. അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ പിന്നെ വരാം. പിന്നെ ഒരു പണി കിട്ടിയ എന്താണെന്ന് വെച്ചാൽ ഞാനും അമ്മയും അനിയനും വേറെ ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഞാൻ ഒറ്റയ്ക്ക് വേറൊരു ഫ്ലൈറ്റിലും അവർ രണ്ടുപേരും കൂടെ ഒരു ഫ്ലൈറ്റിലുമാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരുടെ ചെക്കിങ്ങെല്ലാം കഴിഞ്ഞിട്ട് വന്നതാണ് കൂടെ. അത് കഴിഞ്ഞിങ്ങനെ ഞങ്ങൾ സംസാരിച്ചിരുന്നപ്പോഴത്തേക്ക് എനിക്കുള്ള വിളി വന്നു. പിന്നെ കുറേ നേരം ഫ്ലൈറ്റിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. പുറത്തെ കാഴ്ചയൊക്കെ കണ്ട് കുറേ ഫ്ലൈറ്റ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് കോൾ വന്നു, അവരുടെ ഫ്ലൈറ്റിലും കയറിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾ ദി ബെസ്റ്റും ഹാപ്പി ജേണിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കോൾ കട്ട് ചെയ്തു. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മൂവ് ചെയ്ത് തുടങ്ങി. പിന്നെ നമുക്ക് പണിയുണ്ടല്ലോ, അകത്ത് ചേച്ചിമാരൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരുന്ന് വായി നോക്കി ഇരുന്നു. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത 2 മലയാളീസായിരുന്നു കേട്ടോ ഇരുന്നത്. പിന്നെ അങ്ങനെ സമയം പോയി. പിന്നെ ഫ്ലൈറ്റ് ലാൻഡായി ഞാൻ ഇപ്പോൾ ലഗേജ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവരിതുവരെ വന്നിട്ടില്ല. അതിനിനി 1 മണിക്കൂർ എന്തോ ലേറ്റ് ഉണ്ട്. അപ്പോൾ അതുവരെ ഞാനിങ്ങനെ എയർപോർട്ടിനകത്ത് തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ എൻ്റെ ലഗേജൊക്കെ എടുത്തിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ലഗേജൊക്കെ കിട്ടിയപ്പോൾ ഞാൻ ഇനി വെയിറ്റ് ചെയ്തിരിക്കണം. ഇനി ഒരു 1.5 മണിക്കൂർ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അവർ വന്നിട്ട് പുറത്തിറങ്ങാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. എന്താവോ എന്തോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരുടെ ഫ്ലൈറ്റ് ലാൻഡായി. അതിനുശേഷം ഇവരുടെ ലഗേജ് കിട്ടുന്നിടത്തോട്ട് ഞാൻ പോയിരുന്നു കേട്ടോ. അവർ വരുന്നവരെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം അവരുടെ ലഗേജും എടുത്തു കൊടുത്ത് ഞങ്ങൾ 3 പേരും കൂടെ പുറത്തിറങ്ങി.